ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇത് LOQ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു മോഡലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 3050 ഒരു ഗ്രാഫിക്സ് കാർഡാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നമുക്ക് i5 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് 16 GB റാം, അതുപോലെ തന്നെ 512 GB SSD ആണ് വരുന്നത്. പിന്നെ ഇത് ഈ ഒരു ജനറേഷനിൽ പെട്ട ഒരു ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് Windows 11 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് വരുന്ന ഒരു ലാപ്ടോപ്പാണ്. സെഗ്മെൻറ്റിൽ വെച്ച് തന്നെ ഏറ്റവും ഒരു മികച്ച തന്നെ ഒരു ക്വാളിറ്റിയും തരുന്നുണ്ട് ഈ ലാപ്ടോപ്പിന്. നമുക്കിത് സീൽഡ് ബോക്സാണ്. അപ്പോൾ നമുക്കിപ്പോൾ കസ്റ്റമർ ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്കിത് കസ്റ്റമർ എടുക്കുമ്പോഴത്തേന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഇത് വരുന്നത്. നമുക്ക് ഈ വർഷം തന്നെ 2025 മാനുഫാക്ചർ വരുന്ന ഒരു ലാപ്ടോപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻബിൽട്ടായിട്ട് MS ഓഫീസ് എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. MS ഓഫീസ് 2024 നമുക്ക് ഇതിലൂടെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. നമുക്ക് ചില കടകളിൽ ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നില്ല, നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് അഥവാ ഇത് 10-30,000 രൂപ റേഞ്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട്. കാരണം ഇതിന് മുമ്പിലോട്ട് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടണം. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയർ ബ്രാൻഡ് വാറൻറ്റി അടക്കം നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫിസിക്കൽ ഡാമേജ് ഒഴിച്ച് ബാക്കി എന്ത് തരം പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് ഈ ബ്രാൻഡ് വാറൻറ്റിയിൽ ക്ലെയിം ആകുന്നതാണ്. അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നത്. 16 GB റാം ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ 3050 എന്ന് പറയുന്നൊരു ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ലാപ്ടോപ്പും ചിലപ്പോൾ ഓൺലൈൻ പ്രൈസുമായിട്ട് ചെറിയ വേരിയേഷൻസ് കാണും. ചിലപ്പോൾ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന മോഡൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 2025 തുടക്കത്തിലൊക്കെ ഉള്ള മാനുഫാക്ചറിങ് വരുന്നത്. പക്ഷേ നമുക്കിത് വരുന്നത് ഒരു ഒക്ടോബർ നവംബർ ആ ഒരു റേഞ്ചിൽ മാനുഫാക്ചർ ചെയ്ത ലാപ്ടോപ്പുകളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മളിവിടെ ഓൺലൈൻ പ്രൈസിൽ തന്നെയാണ് ലാപ്ടോപ്പുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും EMI ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊരു മോഡലാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ എബോട്ടിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ തുടക്കക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇതായി വരുന്നതേ ഉള്ളൂ. അപ്പം മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല നല്ല ഓഫറായിട്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എബോട്ടിൽ ഞങ്ങളുടെ നമ്പറുണ്ട്, അപ്പോൾ അതിൽ വിളിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.